നടൻ കലാഭവൻ നവാസിൻ്റെ ഖബറടക്കം ഉടൻ തന്നെ നടക്കും. അദ്ദേഹത്തിനായുള്ള ഖബറിടം ഒരുങ്ങിക്കഴിഞ്ഞു. ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ അല്പസമയത്തിനകം തന്നെ ഖബറടക്കം നടക്കും. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ രഹനയെയും ഉപ്പായെന്ന് വിളിച്ച് പൊട്ടിക്കരയുന്ന മകളെയും ആശ്വസിപ്പിക്കാൻ പെടാപ്പാട് പെടുകയാണ് ബന്ധുമിത്രാദികൾ. കാരണം അത്രത്തോളം സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. 3 മക്കളും ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്നവരെ പോലും കണ്ണീരിലാഴ്ത്തുന്നതാണ്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ആലുവ ടൗൺ ജുമാ മസ്ജിദിലുള്ളത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെയും പൊതുദർശനത്തിന് വെച്ചിരുന്നു. കലാഭവൻ നവാസിൻ്റെ മൃതദേഹം ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. കലാഭവൻ നവാസിൻ്റെ ഭാര്യ രഹനയും മകളും എല്ലാവരും പൊട്ടിക്കരയുന്ന ഉപ്പായെന്ന് വിളിച്ച് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമായിരുന്നു. കണ്ടു നിൽക്കുന്നവരുടെയൊക്കെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്ന കാഴ്ചയാണ് ഈ പള്ളിയിലുണ്ടായിരുന്നത്. അത്രത്തോളം വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം കരളലിയിപ്പിക്കും. ഉപ്പായെന്ന് വിളിച്ചുകൊണ്ടുള്ള ആ മകളുടെ തേങ്ങൽ കേട്ടു നിന്നവരുടെയൊക്കെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. ചിരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയതാണ്. ജീവനറ്റ ശരീരവുമായി വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യ അവിടെ മോഹാലസ്യപ്പെട്ട് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ആലുവ ചൂണ്ടിയിലെ വീട്ടിൽ കണ്ടത്. അതേ സാഹചര്യം തന്നെയാണ് ഈ പള്ളിയിലും കാണാൻ സാധിച്ചത്. സിനിമാ മേഖലയിലുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സിദ്ദിഖ്, ദേവൻ, ഷാജോൺ, രമേശ് പിഷാരടി, അസീസ് നെടുമങ്ങാട്, ഇങ്ങനെ എല്ലാവരും തന്നെ അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാവരും ഇവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയിട്ടുണ്ട്.